നമസ്കാരം. ചാർട്ട് ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇൻഫോബീൻ ടെക്നോളജീസ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കിനെ പറ്റിയാണ്. അതിൻ്റെ ഒരു ഓവർവ്യൂ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ന് യൂസി അടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഡ്യൂറബിലിറ്റിയും മൊമെൻറ്റം നോക്കുകയാണെങ്കിൽ മൊമെൻറ്റം നല്ല ഹൈ മൊമെൻറ്റം, നല്ല ഡ്യൂറബിലിറ്റി ഉണ്ട്. വാല്യൂഷനാണ് ഇത്തിരി ഹൈ ആയിട്ടിരിക്കുന്നത്. അത്ര ഹൈ അല്ല, എന്നാലും കുറച്ച് ഹൈ ആണ്. പിന്നെ അതിൻ്റെ വീക്ക്നെസ് എന്ന് പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ പി ഇ റേഷ്യോ ഇതിനാണ് കൂടുതൽ, ഇൻഡസ്ട്രിയൊക്കെ പി എന്നേക്കാളും കൂടുതലാണ്. പിന്നെ നോൺ കോർ ഇൻകമാണ് കൂടുതലായി നിൽക്കുന്നത്, സാധാരണ ഒരു ഓപ്പറേറ്റിംഗ് ഇൻകത്തിനേക്കാളും. പിന്നെ സ്ട്രെങ്ത്ത് പറയുകയാണെങ്കിൽ കമ്പനീസ് വിത്തിൻ ഓഡിറ്റ്, ഡെപ്റ്റ്, അങ്ങനെ സ്ട്രോങ്ങർ പെർഫോമർ, അങ്ങനെ ഒരുപാട് സ്ട്രെങ്ത്തുള്ള കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് പറയുകയാണെങ്കിൽ അതൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. 1400 കോടി മാർക്കറ്റ് ക്യാപ്പുള്ളൊരു കമ്പനിയാണ്. ഈ പി ഇ റേഷ്യോ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 27 ആണ് നിൽക്കുന്നത്. തരക്കേടില്ലാത്ത കമ്പനിയാണ്. പിന്നെ FII ഹോൾഡ് ചെയ്യുന്നുണ്ട്, ചെറിയൊരു പെർസെൻറ്റേജ് FII ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രൊമോട്ടേഴ്സിൻ്റെ ഹോൾഡിംഗ് എന്ന് പറയുന്നത് നല്ലൊരു പെർസെൻറ്റേജിലാണ്, 75% മേലെയുണ്ട്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്. ഇനി ഇതിൻ്റെ നമുക്ക് ചാർട്ട് നോക്കാം, അതെങ്ങനെയാണ് പെർഫോം ചെയ്യുന്നത്, അതൊരു ബ്രേക്ക് ഔട്ടാണോ എന്ന് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ചാർട്ടിൽ നമ്മൾ ആദ്യമായി അതിൻ്റെ സപ്പോർട്ട് ലൈൻ ഒന്ന് വരച്ച് നോക്കാം നമുക്ക്. ഇനി നമുക്കൊരു റെസിസ്റ്റൻസ് വരയ്ക്കാം. ഇനിയൊരു മുകളിൽ നിന്നുള്ളൊരു റെസിസ്റ്റൻസ് കൂടി വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ടായി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ ബ്രേക്ക് ഔട്ടായത് മാത്രമല്ല, നല്ല ഹൈ വോളിയത്തിലാണ് അത് ബ്രേക്ക് ഔട്ടായിരിക്കുന്നത്. കൂടാതെ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി അത് 10% യൂസി അടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്കറിയാം നല്ലൊരു ന്യൂസ് എന്തോ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണത് ഈ ഒരു ട്രയാങ്കിൾ പാറ്റേൺ ബ്രേക്ക് ഔട്ടായി നിൽക്കുന്നത്. ഇനി നമുക്കതിലൊരു പാരലൽ ലൈൻ വരച്ച് നമ്മൾ അതിൻ്റെ ബ്രേക്ക് ഔട്ട് പോയിൻ്റ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം, റീട്രേസ്മെൻറ്റ് ഉണ്ടാവോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായി. സാധാരണ ഇങ്ങനെ ബ്രേക്ക് ഔട്ട് ആവുന്ന സ്റ്റോക്കുകൾ ഒന്ന് റീട്രേസ് ചെയ്തതിന് ശേഷമാണ് നല്ല മൂവ്മെൻറ്റ് ലോങ് ടേമിലേക്ക് കാഴ്ചവെക്കാറ്. അതിനുവേണ്ടി നമുക്ക് ഇതിൻ്റെ ബ്രേക്ക് ഔട്ട് റീട്രേസ്മെൻറ്റ് ആവാനുള്ള പോയിൻ്റ് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു പാരലൽ ലൈൻ വരച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ വരയ്ക്കുന്ന റെഡ് ലൈൻ ഏകദേശം ആ പോയിന്റിലായിരിക്കും റീട്രേസ്മെൻറ്റ് വരാൻ സാധ്യത കാണുന്നത്. ഇത് റീട്രേസ്മെൻറ്റ് വരണമെന്ന് ഒരു നിർബന്ധമില്ല, ബട്ട് സാധാരണ കണ്ടുവരുന്നത് ഇങ്ങനെ ബ്രേക്ക് ഔട്ടായ സ്റ്റോക്കുകളൊന്ന് റീട്രേസ് ചെയ്തതിന് ശേഷമാണ് വാങ്ങിക്കുന്നതായിരിക്കും നമുക്ക് കുറച്ചും കൂടി ഒരു നല്ലത്. ഇൻ കേസ് റീട്രേസ്മെൻറ്റ് കിട്ടുന്നില്ലെങ്കിൽ കുറച്ച് ക്വാണ്ടിറ്റി നമ്മൾ ഇതേ പോയിന്റിൽ ഇതേ പ്രൈസിൽ നമുക്കൊന്ന് ആഡ് ചെയ്യാമെന്നായിരിക്കും. റീട്രേസ്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഒരു 530 അല്ലെങ്കിൽ 550 റീട്രേസ് കിട്ടിയിട്ട് പിന്നെ മൂവ്മെൻറ്റ് കാണുകയാണെങ്കിൽ അതായിരിക്കും നല്ലൊരു എൻട്രി പോയിൻറ്റ്. പിന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുന്നത് എന്തായാലും ആ ട്രയാങ്കിൾ പാറ്റേണിൻ്റെ താഴെ വരുന്ന ഒരു പോയിന്റിലായിരിക്കും. പക്ഷെ അത് കാണുന്നത് ഏകദേശം ഒരു 400 കാണുന്നത്. പിന്നെ ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുമ്പോൾ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഏകദേശം ഒരു 900 റേഞ്ചിലാണ് അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് കിട്ടുന്നത്. ഇൻ കേസ് അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ പിന്നെ ലോങ് ടൈമിലേക്ക് ഹയർ ടാർഗറ്റ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്ത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇതൊക്കെയാണ് സാധാരണ ഈ സ്റ്റോക്കുകളുടെ എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം, നമുക്ക് നോക്കാം ഇത് ബ്രേക്ക് ഔട്ടായി സസ്റ്റെയിൻ ചെയ്യുമോ ഇല്ലയോ എന്നുള്ളത്. താങ്ക് യു. നമസ്കാരം. ചാർട്ട് ട്രാക്കിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്നത് ഇൻഫോബീൻ ടെക്നോളജി ലിമിറ്റഡ് എന്ന ഒരു സ്റ്റോക്കിനെ പറ്റിയാണ്. ത്രെട്ടായിട്ടുള്ളത് നമുക്ക് PE അനലൈസാണ്. അതുപോലെ അതിൻ്റെ സ്ട്രെങ്ത്ത് നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല സ്ട്രെങ്ത്തുള്ള കമ്പനിയാണ്. മാർക്കറ്റ് ക്യാപ്പ് പറയുകയാണെങ്കിൽ ഒരു സ്മോൾ ക്യാപ്പ് ആണ്. FII ഹോൾഡ് ചെയ്യുന്നുണ്ട്.
ഇനി നമുക്ക് ചാർട്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ ഒരു റെസിസ്റ്റൻസ് വരയ്ക്കാം, ഒരു സപ്പോർട്ടും ഒരു റെസിസ്റ്റൻസും വരയ്ക്കാം. മൂന്നാമതൊരു ലൈൻ വരയ്ക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത് ഓൾറെഡി ബ്രേക്ക് ഔട്ടായി നിൽക്കുന്നത് കാണാൻ പറ്റും, നല്ല വോളിയം കാണുന്നുണ്ട്. ഇത് നമ്മൾ വീക്കിലി ചാർട്ടിലേക്ക് ആക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇന്ന് 2 ദിവസം അടുപ്പിച്ച് അതിൻ്റെ യൂസ് ചെയ്യായിരുന്നു. എന്നാലും നമ്മളൊരു റീട്രേസ്മെൻറ്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഏകദേശം റീട്രേസ്മെൻറ്റ് ഒരു 530 അല്ലെങ്കിൽ 550 റീട്രേസ്മെൻറ്റ് വരുമെന്ന് വിചാരിക്കുന്നു. ഇൻ കേസ് വന്നില്ലെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഉള്ള പോയിൻറ്റിൽ ഒരു ചെറിയ ക്വാണ്ടിറ്റി നമുക്ക് ആഡ് ചെയ്യാം. ടാർഗറ്റ് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ ഓൾ ടൈം ഹൈയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു